റാൻ്റെ റൂമിലൊന്ന് കയറാൻ നോക്കാം ചേട്ടേ. റാൻ്റെ റൂമിലൊന്ന് കയറാൻ നോക്കാം. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറയില്ല, എനിക്കിത് അറിഞ്ഞൂടെ. അങ്ങനെ കയറാൻ നോക്കിയില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞത്. ഇംഗ്ലീഷിൽ നോക്കാം. ഇംഗ്ലീഷിലാകുമ്പം ഇവിടെ ഇംഗ്ലീഷിൽ നിന്നാണ് ഇട്ടേക്കണം. അതിലൊന്ന് കയറാൻ നോക്കാം. ഞാൻ ഇംഗ്ലീഷ് എന്ന് ഈ പറഞ്ഞതിൽ ഒരുപാട് പേരുണ്ട്. അതിലൊന്ന് കയറാൻ നോക്കാം. എങ്ങനെ ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂട്ടോ. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഇംഗ്ലീഷ് വരുമ്പം ഞാൻ സ്റ്റാർട്ടിൽ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും റൂമിൽ കയറിക്കോളൂ ചാറ്റേ. നിങ്ങളിത് കളിക്കണമെന്നറിയാണ്ട് നിനക്കൊക്കെ അറിയാമല്ല. ഞാൻ ഓട്ടോമാറ്റിക്കലി കൊടുത്താൽ വയ്ക്കുള്ളൂ. അങ്ങനെയാണ്. സ്റ്റാർട്ടൊന്ന് കൊടുത്തോട്ടെ. ഒന്ന് കൊടുത്തോട്ടെ. സംഭവം എനിക്ക് അറിയണമല്ലോ ഒന്ന്. ഇതെന്താണ് ലോഡിംഗ് എന്ന് കാണിക്കണം. ഞാൻ ഇപ്പോൾ ആരെങ്കിലും റൂമിലാണ് കയറാൻ പോണ. ഞാൻ റാൻ്റെ റൂമിൽ വന്നേ ചേട്ടാ. ഇത് പുതു അനുഭവം. കാറ് കറങ്ങണ്. എടാ എന്തടാ, ഞാൻ ഒന്നും ചെയ്തില്ലടാ. എന്താടാ അപരാധികളാ എന്നെ ഇങ്ങനെ വണ്ടി മാറ്റട്ടെ. എനിക്ക് തോന്നണതേ ഇവന്മാർ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കണം. വണ്ടി ലൈറ്റ് ഒറ്റതുകൊണ്ടല്ല, അത് ഇന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ റേഡ് 63. 20 പ്ലെയേഴ്സുള്ള ഏതാ റൂമിലാണ് ഞാൻ വന്നേക്കാം. ഇതൊക്കെ ആരാണ്? കൊച്ചിയാ? മലയാളിയാണ്? അല്ല, റോച്ചി. തലയിൽ വരെ ഇതൊക്കെ ആരുടെ? ഇവൻ്റെയൊക്കെ വണ്ടി കണ്ടടേ ഇവൻ്റെ കരിയണ. 3 ഡ്യൂപ്പിടെ ഡിഫൻഡർ വിത്ത് സെയിം ലിവറി. ഇവൻ്റെ ഇരിക്കണ ഈ വണ്ടി കണ്ട. ഇതെന്തിരടാ മയിര്. എന്നെ നല്ല മറ്റേ അവൻ്റെ മെക്കളെ എടുത്തോണ്ട് വന്നാലേ. അപ്പോൾ ഈ റൂമിനെ കിട്ടണമെന്ന് അറിഞ്ഞോടല്ലേ. അതാണ് വേറെ മയിര്. അതാണ്ട്രാ. റാൻ്റെ റൂമിലാണ് കയറിയിരിക്കണേ. എനിക്ക് ഒരു പരിചയമില്ല അവനെന്ന്. എനിക്ക് മലയാളീസ് ഉണ്ടാകാൻ ചോദിക്കാം. മിക്കവാറും ഹിന്ദീസ് ആയിരിക്കും കേട്ടോ. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് സെർവറിക്കായിട്ട് മലയാളി ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാകും? ഫ്രണ്ട്സില്ല. പ്ലെയേഴ്സ് സെൽ 2 ഡിഫൻഡർ പ്ലീസ്. അപ്പം ഇവന്മാർ എവിടെയാണ്? എല്ലാവരും ഇവിടെയാണ് ചാറ്റേ. നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടായില്ലെന്ന് എനിക്ക് അറിഞ്ഞോടാ. എനിക്കൊരു ഉണ്ടച്ചിലാകടാ. ഞാൻ കാര്യം പറയാൽ എന്ത് അപരാധമാണെന്നാണ് കണ്ട. ഈ മൈരാണ്ടി മോൻ ഇട്ടേക്കണ ഈ ലൈറ്റ് ഇട്ടേക്കണ ഉണ്ടാ. ഇതെനിക്ക് അറിഞ്ഞൂടെ. ഈ ഗെയിമിൻ്റെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു കേട്ടാ. ഏതെങ്കിലും റാൻഡം ഫ്രണ്ട് പൊലയാടി മോനാ വന്നിട്ട് അവൻ്റെ വണ്ടിയിലെ ലൈറ്റ് ഇട്ടാൽ എനിക്ക് ലാഗടിക്കാണ്. എന്ത് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ കാര്യം പറയാമല്ല. അപ്പോൾ ലൈറ്റ് അണച്ചു തോന്നി എനിക്ക് ലാഗ് പോയി. ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ നന്നാ ക്യാപ്റ്റൻ പൊലയാടി മോൻ വന്നിട്ട് ഇല്ല ഇതേപോലെ ലൈറ്റ് ഇടാകുമ്പോൾ എനിക്ക് ലാഗടിക്കണം. ഞാൻ ലൈറ്റ് ഇട്ടാലും എനിക്ക് ലാഗടിക്കണം, അവൻ ലൈറ്റ് ഇട്ടാലും എനിക്ക് ലാഗടിക്കണം. എന്തടാ ഇത്? ഞാൻ ലാഗടിക്കാൻ വേണ്ടി കളിക്കണ ഗെയിം പറയാടാ. എന്തടാ കളിയാക്കണ നിങ്ങളെല്ലാവരും കൂടെ തന്നെ? അല്ലെങ്കിലേ സ്ട്രീം ചെയ്യുമ്പോൾ തന്നെ ഇതാണ്. അതിനിടെ കൂടെ പുതിയ ഉണ്ണത്തരം ഇത് ഡബിൾ ആയിരിക്കും. റാൻ്റെ റൂമിൽ കയറുമ്പോൾ തന്നെ എല്ലാം നല്ല, ചില റൂമൊക്കെ നല്ലതാണ്. കയറട്ടേക്കണ്ട എല്ലാ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വണ്ടി ഇങ്ങനെ വരുമ്പോഴേ എന്തടാ മൈര നിൽക്ക് നീ. ഞാൻ ഒന്ന് എന്താണ് ഈ പുണ്ടച്ചിയൊക്കെ. ഇത് കണ്ടടാ, ഒരു ചന്തയിൽ വന്ന അല്ലല്ല അങ്ങനെയല്ല, ഒരു നല്ല തിരക്കുള്ള കടയിൽ വന്ന ഫീലുണ്ട്. നോക്കിട്ടില്ലേ ഊമ്പ് എനക്ക് വണ്ടി എടുത്ത് നോക്കും എൻ്റെ ചേട്ടാ. ഇതാണ് ഡബ്ല്യു മൊമെൻറ്റ് ചേട്ടാ. കാര്യം പറയാല ഈ റാൻ്റെ റൂമിൽ ഇനി റാൻ്റെ റൂമിലും കയറാൻ കേട്ടോ. അത് ഇത്രയ്ക്കൊരു അഴകായ കാര്യം വേറെ ഇല്ല. എനിക്കൊരു നല്ല ഫോട്ടോ എടുക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ശരി. ഇതിലാഗ് അടിച്ചാലും കുഴപ്പമില്ല, ഇതിലാഗ് വന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് അൾട്രാ മൊമെൻറ്റ്സ്. മനസ്സിലായില്ലേ? റാൻഡം റൂം മൊമെൻറ്റ്സ് ആണ്. എനിക്ക് ഇവിടെ നല്ല കാർസ് എല്ലാം കൊണ്ട് ഇവിടെ വാങ്ങിക്കായിരുന്നു കേട്ടോ. അത് കറക്റ്റാണ്. ഇവിടെ കിട്ടില്ല കാറ് കിട്ടുമല്ല. അവന്മാർ പൈസ ഭയങ്കരമായിട്ട് ചോദിക്കൂടാ. പൈസ ചോദിക്കും, പക്ഷെ റിച്ചാണ് ഞാൻ. എന്നാലും നോക്കാം ചേട്ടൻ, നമുക്കത് അത് കുറച്ചിതാണ് നോക്കാം. ഇവിടെ എല്ലാം സെറ്റാണ്. നല്ല അൾട്രാ ലാഗ് അടിക്കണുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും മാഞ്ഞൊക്കെ പോയാടാ. ഇപ്പം ഇപ്പം അങ്ങനെ കാണിച്ചു ചേട്ടാ. നിൽക്കേ ഗ്രാഫിക്സിൽ പോയിട്ട് ഹൈ ഇട്ടോട്ടെ. ഹൈ ഇട്ടിട്ട് സഹിക്കാനില്ലടാ. ഇതിന് മാത്രം ലാഗ് ഞാൻ എന്ത് ചെയ്തടാ നിങ്ങളെയൊക്കെ എടുത്ത്. 17 കോടിയാടാ അവരാതി നിനക്കിതിന്. 1 10 100 1900 HP മയിര. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. എടാ 1 കോടിക്കൊക്കെ ആരടാ നിൻ്റെ അടുത്ത് വണ്ടി? എടാ 1 കോടിയാടാ.
എടാ എടാ ഇത്തിരി ലെസ്സടാ ചാറ്റ്. ഞാൻ കാര്യം പറയാനല്ല നിൻ്റെ അടുത്ത്. നീ ഇത്തിരി വണ്ടിയൊക്കെ ഓക്കെ നീ, എന്നാലും എത്ര ഇത് സഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ഇത് എന്ത് വണ്ടിയാടാ? എടാ 1,70,70,000 ഞാൻ എങ്ങനെയാടാ ഒരുത്തിൻ്റെ അടുത്ത് വണ്ടി വാങ്ങണം? ടൂ മച്ച് മണി ചാറ്റ്. ഇത് ഈ പൈസ കൊടുത്ത് കളിക്കുന്നവന്മാർക്കാണെങ്കിൽ 1 കോടിയൊക്കെ സിമ്പിളാണ്. അവന്മാർക്ക് ഇത് ചെയ്യുമ്പോൾ 400 രൂപയ്ക്ക് 500 രൂപയ്ക്ക് ചെയ്യുമ്പോൾ 50 ലക്ഷമൊക്കെ വരും. അതുപോലെ അല്ല ഇത്. നമ്മൾ ഇത്രയും പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ തന്നെ മാസങ്ങളെടുത്തു. അതിനും അപ്പോൾ ഒറ്റ വണ്ടിക്ക് 1 കോടിയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മുമ്പായി അത് ശരിയാവില്ല. പ്ലീസ് സെൽ ഗുഡ് കാർ. എടാ ഇനി മുതൽ റാൻഡർ റൂമിൽ ഞാൻ കയറും. എനിക്ക് മലയാളി റൂമാണെങ്കിൽ അത്രയും സന്തോഷം. റാൻഡർ റൂമിൽ ഞാൻ എന്തായാലും കയറും. കാരണം വെച്ചാൽ പരിപാടി കൊള്ളാം. ഇത് വളരെ നല്ല പരിപാടിയാണ്. കിടിലൻ കാർ വാങ്ങിക്കാൻ പറ്റും. കിടിലൻ കാർ സെല്ലിങ്സ് പരിപാടി നടക്കും. ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ചാറ്റ്. എടാ നീയൊക്കെ ആരടാ പറഞ്ഞു CPM 2 ഒരു കുണ്ണയും കളിക്കൂലെന്ന്? CPM 1 ഒരുപാട് പേര് കളിക്കുമായിരിക്കും. പക്ഷെ ഇപ്പം കണ്ടാടാ, ഞാൻ ഒരു റാൻഡർ റൂമിൽ കയറിയപ്പോൾ കണ്ട എല്ലാവരും കാറും കൊണ്ടുപോകും. 20, 10, 30, 50, 40 പേരെ കൊണ്ട്. മനസ്സിലായില്ലേ? ഇനി മാത്രമല്ല റൂമിൽ ഇത്രയും ആൾക്കാരുണ്ട്. നീയൊക്കെ എന്ത് ഗുണ പറയണത്? ഇപ്പം എനിക്ക് ആരും കളിക്കൂലെന്ന്. ഒറിജിനൽ ഡിഫൻഡർ ഓപ്പൺ ഫോർ ട്രേഡ്, മെസ്സേജ് പ്രൈവറ്റ് ഫോർ. എടാ 1 കോടിയാടാ. എടാ 1 കോടിയടാ ഇവന്മാർ. ഇത് 1 ലക്ഷം. ഇതവന് മര്യാദ പാവടാ. എനിക്ക് എടാ 1 കോടിക്ക് ഞാൻ എന്താ എടാ ഇവനൊക്കെ എന്താടാ? എനിക്ക് ഓപ്പൺ ട്രേഡ് ഈ വണ്ടിയിലതൊന്നും അറിയണം. അവിടെ ഇതെനിക്ക് വാങ്ങണമെന്നുണ്ടാ. ആ പോലീസ് നോട്ട് 2 ലക്ഷം. ഈ കാർ 2 ലക്ഷത്തിൻ്റെ ലാഭമാണെന്ന് തോന്നുന്നതാണ്. ഞാൻ അറിഞ്ഞു കേട്ടോ. അംബാസഡർ അല്ലേ? ട്രേഡ് ഡിഫൻഡർ. എടാ ഞാൻ ഇപ്പോൾ ഇത് പറ്റില്ല. നമ്മൾ മീൻ കടയിൽ മീൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ, ചാള, അയല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണം. അതേപോലെ തിരക്കാണ് ഫുള്ള്. മനസ്സിലായില്ലേ? കാര്യം പറയാല്ലേ. എടാ 1 ലക്ഷത്തിന് ഞാൻ എന്തായാലും സെൽ ബുഗാട്ടി 450 JK1 സെൽസ്. എടാ എനിക്കൊരു ബുഗാട്ടി വേണോടാ. ബുഗാട്ടി വേറൊരെണ്ണം എടുക്കണം. എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ട. ഈ വണ്ടി കൊള്ളാം കേട്ടോ. ഇതെനിക്ക് ഒരു 70 ലക്ഷത്തിന് ഇട്ടാൽ ഞാൻ ഇതെടുക്കും. 70 ലക്ഷത്തിന് അതിന് മുകളിൽ എൻ്റെ പൈസ ഇല്ല. ഈ വണ്ടി പക്ഷേ കളറൊക്കെ ഒരുമാതിരി കൊള്ളാം. പോലീസിൻ്റെ സംഭവം അത് 1000 കോയിനാണ് ഓൾറെഡി. പിന്നെ ഈ വണ്ടി എടുക്കാൻ തന്നെ ഓൾറെഡി 10,000 കോയിൻ വേണ്ടി വരും. അപ്പോൾ തന്നെ 11,000 കോയിൻ വർത്തുള്ള വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഒരു 70 ലക്ഷമൊക്കെ അദ്ദേഹം ഉള്ളിൽ കൊടുക്കാൻ. ചാറ്റ് ഇതെന്തായാലും ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മുതൽ റാൻഡർ റൂമിൽ ഡെയിലി മിഷൻ ഉണ്ടായി. അത് ഞാൻ ഇതാക്കിയിട്ട് ഫസ്റ്റ് ഡേ റാൻഡർ റൂമിൽ കയറി നല്ല ഗുഡ് ഇമ്പ്രഷൻ വന്നിട്ടുണ്ട്. എടാ ഈ പോലീസ് സംഭവമുള്ള വണ്ടി എല്ലാം നല്ലതാണ് കേട്ടോ. അങ്ങനെയല്ല അഥവാ 1000 കോയിൻ കൊടുത്തിട്ടുണ്ട്. 1000 കോയിൻ കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റൂല. എടാ റാൻഡം കാർ സെൽ എനിക്ക് ഞാൻ മലയാളി ഉണ്ടാ ചോദിക്കടാ. മലയാളി കാണൂലടാ. മലയാളി ഉണ്ടോ? പോയാ അത്? എടാ എൻ്റെ മെസ്സേജ് പോയില്ലടാ. അതെന്തണ്ടി? ഞാൻ ഇട്ട് റെഡ് ഫോക്സ് മലയാളി ഉണ്ടോ? എടാ ഈ 1 കോടിക്കൊന്നും വാങ്ങിക്കാൻ പറഞ്ഞ കാര്യം പറയല്ല. നമ്മൾ 1 കോടിയൊന്നും അങ്ങനെ അത് കുറച്ചിതാണ് കാര്യം പറയല്ല. 1 കോടിയൊക്കെ ഞാൻ എങ്ങനെ വാങ്ങിക്കാൻ? 1 കോടിക്കൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ കാര്യം പറയാല്ലേ. ഇവ ഇത് ഇൻ്റർനാഷണൽ ഡീലർഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മൊത്തം ഇംഗ്ലീഷുകാരന്മാരായിരിക്കും കേട്ടാ. എനിക്ക് തോന്നുന്നത് അതാണ് മൊത്തം ഇംഗ്ലീഷ് പ്ലേയേഴ്സാണ് കേട്ടാ. ഹലോ സുഖമല്ലേ? എൻ്റെ റെഡ് ഫോക്സ് ഞാൻ ഇതിൽ പോണാവുള്ളൂ. എടാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ വണ്ടി ഒരു 10 കോടി കിട്ടും കേട്ടോ. എൻ്റെ ഒന്നും ഇല്ല. എടാ നീ ഇത് പൈസ കൂടി കിടക്കണമാർ വാങ്ങിച്ചാലാ? അത് ഇത് ഈ വണ്ടി ഇത് കയറാൻ പറ്റില്ല. ലോക്ക് ചെയ്യണം. കയറാൻ പറ്റും. എടാ കാർ ലോക്ക് വെച്ചിട്ടുണ്ടോ? എടാ വണ്ടി മാറ്റിയിടാം കേട്ടാ. ഓപ്പൺ ട്രേഡ് സെനയാ ബേക്കിൽ ട്രേഡ് യു കള്ളി.
ബേക്കൽ ട്രേഡ് യു കള്ളിന്നാ? എടാ കള്ളിന്നൊക്കെ ഇംഗ്ലീഷുകാരന്മാർ പറയൂടാ. കൊച്ചു കള്ളി, ഇതെന്ത് കുണ്ണാ? എടാ ഞാൻ കാര്യം പറച്ചാറ്റേ, ഇതിൽ മലയാളി ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഒരു പേഴ്സണലായിട്ടും മെസ്സേജ് വന്നില്ല. ഇത് ഞാൻ കണ്ടില്ല. കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവന് കിട്ടിക്കണം. മലയാളി തന്നെ എന്ത് അവന്മാരെ ഭാഷയിൽ കള്ളി എന്ന് പറയുമ്പം ഹിയർ കം എന്നൊക്കെ അങ്ങനെ വല്ലതും ആണെന്ന് തോന്നിയായിരുന്നു. ഇതെന്ത് വണ്ടി? എടാ ഗ്രാഫിക്സ് അച്ഛനില്ലാത്തവൻ കുറഞ്ഞില്ല. ഇവനെ ഞാൻ മൈൻഡ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് 2,50,000. എടാ എൻ്റെ ഇപ്പം ഇരിക്കുന്ന ഈ വണ്ടി ഉണ്ടല്ലേ, ഇതെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും പവറുള്ള വണ്ടിയാണ്. ഇത് ഞാൻ വിൽക്കുവാണെങ്കിൽ അതിന് മാത്രം പൈസയ്ക്ക് ഞാൻ വിൽക്കും. കാര്യം പറയാം, ഞാൻ ഒന്ന് കയറട്ടെ. ഈ വണ്ടി ഉണ്ടല്ലോ, എനിക്കിത് ഇത്തിരി കുറച്ച് ഒരു 10 കോടിക്കൊന്നും ആരും ആവില്ല. കാരണം നേരത്തെ എത്ര 1 കോടിക്ക് ആൾക്കാർ ഇട്ടിട്ട് ഒന്നും നടന്നില്ല. കാര്യം പറയാമല്ലോ. എടാ ഇടിക്കല്ലേടാ, നീ എന്ത് ലൊട്ടത്തരം കാണിക്കണം? കാർ സെല്ലിങ് ലൊട്ടയാക്കല്ലേ. എടാ 72 ലക്ഷോടാ, നീ എന്ത്? അതതിനിടെ വിറ്റാ? എടാ 72 ലക്ഷം വന്നിട്ട് അതിനിടെ വിറ്റാ? ഞാൻ ഒന്ന് നോക്കാൻ വന്നേണ് വണ്ടിയെന്ന്, അതിനിടെ വിറ്റാ? എടാ സീരിയസ്ലി? എടാ ഇതെന്താടാ? അത് എനിക്ക് ബേക്കടിച്ച് വേണത്. റൂമിൽ 20 ബെർക്കോണിക്ക്. യോ ബ്രോ, എടാ ഇവനെ അറിയാമോ ബെർക്കോണിക്കിനാ? എടാ ഇവനെ എനിക്കറിയാം ബെർക്കോണിക്കിനാ. എടാ ഇവൻ എനിക്കറിയാമോ, മറ്റേ ഇതാണ്. അന്ന് എൻ്റെ ഞാൻ റൂമിട്ടപ്പോഴേ സബ്സ്ക്രൈബേഴ്സ് കയറുന്നല്ല, അതിൻ്റെ ഇടയിൽ അവൻ ഉണ്ടായിരുന്നു ബെർക്കോണിക്ക്. ഇവനെ ഒന്ന് ഇട്ടു. ബെർക്കോണിക്ക് 10-20 പേരുടെ ഞാൻ ഇവനെ എവിടെ നിന്ന് കണ്ടുപിടിക്കേ? ബെർക്കോണിക്ക് അവൻ ഇംഗ്ലീഷുകാരനാണറാ. ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് എന്തിനിപ്പോൾ അവനോട് സംസാരിക്കും? നമ്മളൊക്കെയാണെങ്കിൽ ക്ലാസ്സിലും കയറാൻ ഉഴപ്പിടാൻ ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കണോ? എന്താ ഇംഗ്ലീഷ് സംസാരിക്കും. കം ഹിയർ എന്നൊക്കെ അപ്പം എന്തെങ്കിലും പറയാൻ എൻ്റെ അടുത്ത്, അങ്ങനെ എന്തെങ്കിലും പറയാൻ എൻ്റെ അടുത്ത്. ഇംഗ്ലീഷൊക്കെ സെറ്റാണ്, ഇംഗ്ലീഷ് സെറ്റാണ്ട്രാ. ഇതാണ് അവൻ ബെർക്കോണിക്ക് ഇതാണ്. എന്നെ അവന് മനസ്സിലായാന്തോ? എന്നെ അവനെ മനസ്സിലാവും. ഞാൻ റെഡ് ഫോക്സ് ഇവിടെ ഉണ്ട്. ബെർക്കോണിക്ക് എനിക്ക് തോന്നിയത് അവനാണെന്നാണ്ട്രാ. അവൻ അന്ന് കിങ് റാങ്കായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ മീഡിയം, കാര്യം പറയാമല്ല, അവരാതി മീഡിയം. ഇത് അവനാണ്. പേഴ്സണൽ മെസ്സേജ് ഡോൺ ട്രേഡ് ബെർക്കോണിക്ക്. ഹലോ ബ്രോ, എടാ ഇവ എന്തരാണ്? കാര്യം പറയല്ലേ, ഇവന് വട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കാണിച്ചു വെച്ചാൽ വണ്ടിയിൽ മൊത്തം ഇത്രയും ഒരാളും ചെയ്യണം എങ്ങനെയാടാ? ബെർക്കോണിക്ക് ടൊയോട്ട, ഇത് എന്തരാണിത്? ഇത് വെച്ചാൽ ക്യാൻസൽ ചെയ്യണതിൻ്റെ ഒരു 10 ഇരട്ടി ഉണ്ട് കേട്ടോ. ഇവൻ വണ്ടി 10 ഇരട്ടി സ്റ്റിക്കർ വാരി അടിക്കൂലേ, അതേപോലെ ഉണ്ട് ഒട്ടിച്ച് വെച്ചേക്കണേ. ഇതെന്ത് മയിലവന് വട്ടാടാ. എനിക്ക് അറിയാവുന്നവനാണെന്നാണ് തോന്നണം ബെർക്കോണിക്ക്. അന്ന് ഗെയിമിൽ കയറിയണ ഇതിൻ്റെ അകത്ത് സംസാരിക്കാനൊക്കെ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ലല്ലേ. അവിടെ എൻ്റെ വണ്ടിയാണെന്ന് മാറ്റിയിട്ട് ഒന്ന് ഒതുക്കിയിടാം. കാര്യം പറയല്ലേ, വണ്ടി നമ്മൾ ഒതുക്കിയിടണം. കേരളത്തിൽ ഇതേപോലെ റൂം ഉണ്ടെങ്കിൽ ഞാൻ അത് കയറിയാണെങ്കിൽ അത് ഡബിൾ വരുന്നത്. കാര്യം പറയും, ഇതിപ്പോൾ ഇംഗ്ലീഷുകാരന്മാരുടെ റൂമിലാണ് ഞാൻ കയറിയേക്കണം. അതാണ് എനിക്ക് ഇത്തിരി വണ്ടി സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കണം. വണ്ടി ഇടിച്ചാവും. എൻ്റെ കാര്യം ഞാൻ പറയാം. വാട്സപ്പാ? അടാ ഇത് അവനാണെന്ന് എനിക്ക് തോന്നണം കേട്ടാ. എനിക്ക്
എടാ എനിക്ക് തോന്നണതേ ഉയ്യോ എൻ്റെ വണ്ടി ഇടിച്ച് ഒലയോടി മോനെ വണ്ടി മാറ്റാൻ വരാതി. ഇതേത് പേഴ്സണൽ മെസ്സേജ് വന്നാ? പേഴ്സണൽ മെസ്സേജ് വന്നില്ലല്ലോ എനിക്ക്. വാട്സപ്പ് പേഴ്സണൽ മെസ്സേജ് നോക്കട്ടെ. പേഴ്സണൽ ഇല്ല. വാട്സപ്പ് എന്നും പറഞ്ഞ് ഇട്ടായിരുന്നു. എൻ്റെ തെങ്ങാണ് ഞാൻ ഒരുത്തിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം. ഞാൻ റാൻഡം ബൈ ഡിഫൻഡർ നോട്ട് ഫോർ കള്ളി. ഓ കള്ളി പൂങ്കുയിലെ പുണ്ണ അല്ല ഇഗ്നോർ ഇമ്മ. അതായത് ബുഗാട്ടി കൊറോണ ഫോർ സെയിൽ നോട്ട് ട്രേഡ് കള്ളി വാട്സപ്പ്. വെർക്കോണിക് ഹലോ ബ്രോ. നൈസ് കിയ സ്റ്റിങ്ങർ കാർ ബ്രോ റെഡ് ഫോക്സ്. അവിടെ ഈ വണ്ടി ഫ്രീ കിട്ടിയാണ്. ആ വായിക്കണ ഈ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. റേസിസ്റ്റ് അതാര് അതിനിടയിൽ? ഇവനല്ല അന്ന് എൻ്റെ ഇവിടെ ഇവൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കും ഇവനല്ല എന്ന ഗെയിമിൽ കയറിയെന്ന്. ഇംഗ്ലീഷ് ഇപ്പം ഞാൻ ട്രാൻസ്ലേറ്റർ കൊണ്ട് കിടക്കേണ്ട അവസ്ഥയായാലും ഇത് എന്തിലൊട്ട. എടാ പുകച്ചെന്ന എടാ ഞാൻ എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവൻ്റെ റൂമിൽ തന്നെ കയറും ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചില്ല ചേട്ടാ. ഇവൻ ഒരു ഇംഗ്ലീഷുകാരനാണ് ഈ ബെർക്കോണിക് എന്ന് പറഞ്ഞു വരുത്തേ. ഇവനുണ്ടല്ല അന്ന് എൻ്റെ റൂമിൽ വന്നവനാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻ വന്നതാണ്. അത് ഇംഗ്ലീഷുകാരനായിട്ട് നമ്മളെ ശബ്ദം നമ്മൾ സംസാരിക്കുന്ന മനസ്സിലായി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാരനാണെന്നാണ് തോന്നണത്. ഇവൻ സംസാരിക്കണത് ഇംഗ്ലീഷിലാണ്. ഇവൻ്റെ റൂമിൽ ഞാൻ ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി. ഇവനുള്ള റൂമിൽ ക്രേസി ചാറ്റ്. ഹായ് ബ്രോ വാട്സാപ്പ്. ഓക്കെ അത്ര എടാ എനിക്ക് ഇംഗ്ലീഷുമായിട്ട് ഞാൻ വല്ല മലയാളിയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇംഗ്ലീഷിനവൻ ഇംഗ്ലീഷ് സെറ്റാക്കണം. എടാ ഇൻ്റർനാഷണൽ ഡീൽസാണ് ഇനി വരാൻ പോകണം മനസ്സിലായില്ലേ? ഇൻ്റർനാഷണൽ ഡീൽസാണ് ഈ കമ്മിങ് സൂൺ. അപ്പോൾ ഇംഗ്ലീഷ് സെറ്റാക്കണം മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് സെറ്റാക്കിയില്ലേ കാര്യം നടക്കൂല. ഇംഗ്ലീഷ് തായ്പ് ആൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും മനസ്സിലായില്ലേ? ഇല്ലെന്ന് കാര്യം നടക്കൂല. ഓണർ ഓഫ് ബുഗാട്ടിയ 50,000 രൂപ. 50,000 രൂപ അവനകത്ത് പൈസ അത്യാവശ്യമാടാ. 50,000 രൂപടാ. അവിടെ ഇത് എൻ്റെ ഇരിക്കണ കാറല്ലേ? ആ പോയ ബ്രോ കാർ ബ്രിങ് അതർ കാർ. എനിവൺ ഗോട്ട് RXS ഓണർ ബുഗാട്ടി. എടാ നല്ലൊരു കാർ. ഒരു 35 കോടിയാ അപരാധി. നിനക്ക് എത്ര? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കോടി. 3 കോടി. 3 കോടിയാടാ ഇവന്മാര്. എടാ ഞാനിത് എന്ത് സംഭവിക്കണം ഇവിടെ? 3 കോടിക്കാടാ. അത് എന്താണ് അതിന് മാത്രം ഇതിനകത്ത്? 3 കോടിയാടാ ബ്രോ. ഇവന്മാര് പറ്റില്ല ഒറിജിനൽ പൈസയാണ് ചോദിക്കണ. കാര്യം പറയാല്ലേ? എടാ എനിക്ക് 3 കോടിക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല. കാര്യം പറയാല്ലേ? കയറിയിരിക്കാൻ പറ്റൂല. അവൻ ലോക്കടിക്കും. ഇടിക്കല്ലേടാ.
വണ്ടി? ഇത് കണ്ട അതൊരു മറ്റേ മണലുണ്ടല്ല, മണലില് മറ്റേ ആ ഒരു കളർ അടിച്ചു വെച്ചേക്കണം മണലിന്റെ. ഡിഫൻഡർ പോലീസ് കാർ ആൻഡ് കോയി. അവൻ്റെ ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോ. കണ്ട വെറൈറ്റി ഐറ്റം. കമിന്ന എങ്ങനെയൊക്കെ അവിടെ ഇന്റീരിയർ കാണാൻ പറ്റൂടാ. എടാ ഞാൻ ഏതാ റാൻഡം പ്ലെയറിൻ്റെ കാറ് കയറിയിട്ടുണ്ട്, ഇഞ്ചുറി കാണാൻ പറ്റൂല. അവൻ്റെ കയ്യിലെന്തിനാ ഉറ ഇട്ടേക്കണ? എടാ ഹലോ ബ്രോ. എടാ എന്ത് ബ്രോ. എടാ ഇത് ഒറിജിനൽ കാണാണ്. എടാ ഗേൾസ് ഗെയിം കളിക്കൂലേ? എടാ സാധ്യതയുണ്ട് ഗെയിം എന്ത് കളിക്കാൻ പാട് ഗേൾസിന്? എവിടെ റിസ് ചെയ്തല്ലോ. എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയെ പോലെ ഇതിൻ്റെ അത് എങ്ങനെ ഞാൻ സംസാരിക്കും? ഇപ്പം ഏത് പ്ലെയറാണ് ഇവിടെ? എനിക്ക് ഇവിടെ തൊട്ടായത് സംസാരിക്കാൻ പറ്റും ഇവിടെ. ഇതിപ്പോൾ ഏതാണിത്? എനിക്ക് ഇവനല്ലല്ലോ വേറെ. എനിക്ക് അവനൊരു പിന്നെ സംസാരിക്കാം. അവന് സംസാരിക്കാൻ ഡിക്ഷണറിയും കൊണ്ട് വരേണ്ടി വരും എനിക്ക്. എൻ്റെ അടുത്ത് തന്നെയാണ് അവള് പറഞ്ഞ കമിന്നെന്ന്. വെർക്കോണിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം. എനിക്ക് ഒരു സെക്കൻഡ്. എടാ കണ്ടാടാ ചാറ്റ്. എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റൂ? എവിടെ ഡ്രൈവിങ് ചെയ്യുന്ന നോക്കിട്ട്? ഇത് ഗേളായിരിക്കും, അതാണ് എൻ്റെ ഒരു സംശയം. ഈ കാറാണെന്ന് തോന്നിയാൽ വാങ്ങിക്കായിരുന്നു ഇത്. എടാ ഇതെങ്ങനെയാടാ ഞാൻ ഇവിടെ അടുത്ത് സംസാരിക്കണത്? എന്ത് അവസ്ഥ? എടാ കിക്ക് എടാ നീക്ക് ഇവിടെ ഞാൻ നോക്കിയോ സംസാരിക്കാൻ പറ്റത്തൊരവസ്ഥയായി. ഇല്ല ഞാൻ സംസാരിച്ചാൽ ഇതിപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന് തൊട്ടാലും സംസാരിക്കാൻ പറ്റൂലല്ലേ എനിക്ക്? എടാ ഞാൻ എൻ്റെ വണ്ടി മെക്ലാരൻ എടുത്തോണ്ട് വരേണ്ടതാണ്. ഇപ്പം ഇങ്ങനെ വണ്ടി ഡബ്ല്യൂ ആണ്ടാ. ബെർക്കോണിക്ക് പറഞ്ഞ കേട്ടില്ലേ? അത് ഡബ്ല്യൂ വണ്ടിയായിരുന്നു. ബെർക്കോണിക്ക് പോയാടാ. എടാ ഈ ബണ്ടിൽ കൊള്ളാല്ലേ? ഈ ബണ്ടിൽ ഏതാണ്? ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ ബെർക്കോണിക്ക് കൊണ്ടാ. ബെർക്കോണിക്ക് കൊണ്ട് 5 കോടിയാടാ. ഒറ്റ 10 100 1000 14 ലക്ഷം 10 ലക്ഷം 50 ലക്ഷം 50 ലക്ഷത്തിന് ആ കാറാടാമത്തെ കാര്യം പറഞ്ഞിട്ട് കളിയാക്കണം. 60 ലക്ഷം. ബെർക്കോണിക്കിൻ്റെ വണ്ടി കയറിയിട്ടുണ്ട് ചാറ്റേ. ബെർക്കോണിക്കിൻ്റെ വണ്ടി ഞാൻ കയറിയിട്ടുണ്ട്. ഇവൻ കിങ് ആണ് കേട്ടോ. കാര്യം പറഞ്ഞ ഇതിൻ്റെ അകത്ത് കിങ് റാങ്ക് ഉള്ളവനാണ്. ഡബ്ല്യൂ ഇത് വർക്ക് ഭയങ്കര ഇതാണെന്ന് കേട്ടോ. ലാൻഡ് ക്രൂസർ 200. ബെർക്കോണിക്ക് ടൊയോട്ട ബെർക്കോണിക്ക്. റാൻഡം കാർ ഡീലർഷിപ്പിന് പോയിട്ട് സത്യം പറഞ്ഞ ഡബ്ല്യൂ തന്നെ കേട്ടോ. വിചാരിച്ചത്ര എല്ലൊന്നും ആയില്ല. കണ്ട ഇവനൊക്കെ ഇവിടെ വന്ന് ഇവൻ വന്നെങ്കിൽ സത്യം പറഞ്ഞ ഇതാകണം. നല്ല ഇത് തോന്നി. കാര്യം പറയല്ലേ,
അറിയാവുന്നൊരു ഹോളിവുഡുകാർ ഇവിടെ വന്നു. ഓ ലാഗ് ഉണ്ട് കേട്ടോ. അവനെ ലൈറ്റ് ഇട്ടാടാ, വണ്ടിയിലാവുമ്പോൾ ലൈറ്റ് ഇട്ടാൽ എനിക്ക് സീനാവും. 40 ലക്ഷോടാ. ഇവൻ പൊട്ടിക്കണം. എടാ എൻ്റെ കാർ ഞാൻ മലയാളിയുടെ ഇതിൽ കയറാൻ നോക്കണം കേട്ടോ. എനിക്ക് ആര് പറഞ്ഞില്ല, അടുത്തിൽ എനിക്ക് മലയാളിയുടെ ആ ഒരു എന്തിനാണ് ഇതിൽ കയറാൻ എനിക്ക് നോക്കണം. സത്യമായിട്ട് പറയണം ചേട്ടാ, മലയാളീസിൻ്റെ ഇതിൽ കയറുമ്പോഴായിരിക്കും ഡബിളി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇവന്മാരുടെ സംസാരിച്ച് നിൽക്കാൻ പാടാണ്. ഫോട്ടോ എടുത്തില്ലേ നഷ്ടമുണ്ടോ ചേട്ടാ. ഇത്രയും നല്ല ഇതിൽ വന്ന് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലെ. I have Range Rover or hood design with trade with. ബെർക്കോണിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. അവൻ എവിടെ? എനിക്ക് ബെർക്കോണിക്ക് എവിടെ? ഇതല്ലേ ബെർക്കോണിക്ക്. പെർസണൽ മെസ്സേജ് ഞാൻ വിട്ടില്ലല്ലോ. ഇതൊക്കെ ഏത് കാറടാ? ഇവനൊക്കെ എമ്മാതിരി പണിയടാ ചെയ്യണ, കാര്യം പറയാല്ലേ. എനിക്ക് ബെർക്കോണിക്കിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. അറിയാവുന്ന ഒരുത്തനാണ്. അപ്പോൾ അറിയാവുന്നവർ അവൻ എന്നെ ഫോളോ ചെയ്യണം. എനിക്ക് അവനെ ഫോളോ ചെയ്യണം. നോക്കാം. ശരി, ഇതുണ്ടല്ലോ, ഇത് ഞാൻ മിക്കവാറും തമ്മിലുള്ള ബെർക്കോണിക്ക് ഇതാട്ടോ. കാര്യം പറയല്ല, ബെർക്കോണിക്ക് ഡബിൾ കളിച്ചാൽ ബെർക്കോണിക്കാണ് അവിടെ ഇരിക്കണേ. ഫോട്ടോ അത് 2-3 ഫോട്ടോ എടുക്കണം. പക്ഷെ ഇന്ന് പോരെ, കുറച്ച് നല്ല ഫോട്ടോ എടുക്കാനുള്ളായിരുന്നു. പക്ഷേ ഒരു ലാഗ് കുറച്ച് കൂടുതൽ പോലെ. എന്താണ് അറിഞ്ഞൂടാ. അവിടെ എന്തിനാ പോലെ 6 രാവിലെ പടക്കം പൊട്ടിച്ച എടാ? 5 രാവിലെ പടക്കം പൊട്ടിക്കണടാ അവനക്ക്. ബെർക്കോണിക് എടാ പോവല്ലേ ഒരു ഫോട്ടോ. ഇവൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും കൊള്ളാം, ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു വരുമ്പോൾ എടാ ലാഗടാ. എടാ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. അല്ല, കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ മാറിയൊക്കെ മറ്റും ഉണ്ട്. കുറച്ച് പേരാണ് കണ്ട. ഒരുവിധം ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. ഇവിടെയല്ലേ മെയിൻ ഡീലർഷിപ്പിൻ്റെ ഇടമുണ്ടോ? അത് മെയിൻ ഡീലർഷിപ്പിൻ്റെ ഇടമാണ്.
എടാ ഇവൻ്റെ എന്തൊരു വണ്ടി നല്ല ചേട്ടേ. ഇവിടെ ഈ വണ്ടിനെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നാ. ഇത് മറ്റേ തുടക്കം കിട്ടുന്ന വണ്ടിയാണ്. അപ്പം ഇതിന് ഇങ്ങനെ ചെയ്താടാ. അവൻ്റെ മാർക്ക് കൊള്ളാം കേട്ടാ. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഇരുവന്മാര് പടക്കം പൊട്ടിക്കാൻ പായത് രാവിലെ കിടന്നു. എനിക്ക് ലൈവ് ഇട്ടപ്പം എനിക്ക് കുഴപ്പമില്ല. ഒരു പൊട്ടിക്കട്ടും. അതിന് ശബ്ദം കിട്ടുമോ അതിനകത്ത് കിട്ടുമായിരിക്കും. നന്നായിട്ട് കിട്ടും. ഇതിൽ നമുക്ക് സംസാരിക്കണം തോന്നണ ആളെടുത്ത് സംസാരിക്കാൻ പറ്റില്ല. സത്യം പറയാല്ലേ. ഇത് ഇങ്ങനെ എങ്ങനെയാണ് അത് ആരാണെന്ന് നമുക്ക് കിട്ടൂല. ബെർക്കോണിക്കിന് ഓക്കെ. എടാ ബെർക്കോണിക്കിന് ഫ്രണ്ട് ആക്കാം. ഓ ഇപ്പം മിസ്സായനെ. ബെർക്കോണിക്കിന് ഫ്രണ്ട് ആക്കട്ടെ. സെൻഡ് മണിയല്ല കാർ സെല്ല് കാറ് മെസ്സേജ് ഇതങ്ങനെ ആഡ് ഫ്രണ്ട്. ബെർക്കോണിക്ക് ആഡ് ടു ഫ്രണ്ട് ലിസ്റ്റ്. ചാറ്റ് അവൻ്റെ ഫ്രണ്ടായ. ഇത്ര പെട്ടെന്ന് ഫ്രണ്ടായ. ഇത്ര സിമ്പിളായിരുന്നു. ഐ അവൺ 30. എടാ ബെർക്കോണി നേരെ സംസാരിക്കണം. I1 30 എടാ ബെർക്കോണിക്ക് ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കട്ടാ. ഇവൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ പറയണം. നീ എനിക്ക് സംസാരിക്കാൻ നിന്ന് അപ്പോഴത്തേക്ക് കാർ എടുത്ത് പോകും. എഫക്റ്റിൽ മോർണിംഗ് എങ്ങനെയാലും മലയാളി റൂം ഫൗണ്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ കാറ് നല്ല പരിപാടി അറിയാവുന്ന പയ്യന്മാരയിൽ സംഭവം എല്ലാം കൊടുത്ത് കാർ സെറ്റാക്കി എടുക്കണം. വാണ്ടി ടെസ്റ്റ് ഡ്രൈവ് കാർ ബ്രോ. ബെർക്കോണിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചേ. നോ ബ്രോ. ഇവൻ്റെ അടുത്ത് പറയാൻ സംസാരിക്കണം. നോ ബ്രോ ഐ ആം ലീവിങ്. ലീവിങ് ബൈ. എടാ ഇറങ്ങാം.